ദുനിയാവിലെ നന്മകൾ എനിക്ക് തരണം, ഈ ദുനിയാവിന്റെ വിപത്തുകൾ മാറ്റണമെന്ന് അവിടെ ദുആ ഇല്ല. പക്ഷെ ആഖിറത്തെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹുവേ വഖിനാ അദാബന്നാർ, നാളെ ആഖിറത്തിലെ ഹസനത്ത് തന്നാൽ മാത്രം പോരാ, കത്തിക്കാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ എന്ന് അവർ അല്ലാഹുവോട് ദുനിയാവിൽ നിന്ന് ചിന്തിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചക അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആഖിറ മാത്രമല്ല, ദുനിയ ഹസന, ദുനിയാവിൽ വേണം നല്ലത്. ദുനിയാവില്ലാതെ പറ്റുമോ? ദുനിയാവില്ലാതെ പറ്റുമോ? ദുനിയാവുണ്ടാവണം. ദുനിയാവ് കൃഷിസ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്താലേ ആഖിറത്തിൽ കൊയ്യാൻ പറ്റും. ദുനിയാവില്ലാതെ ആഖിറം നേടാൻ അല്ലാഹു പറഞ്ഞല്ലോ ദുനിയാവുണ്ടാവണം. ആ ദുനിയാവിന്റെ കാര്യം ഹസനത്തായിട്ട് തന്നെ നടക്കണം. ദുനിയാവിന്റെ കാര്യമായിട്ട് നടക്കണം. മാസം 1500 ഉസ്താദ് ശമ്പളം കൊടുത്ത് ഉസ്താദെ ബറക്കത്തുണ്ടാകുന്നത് ദുനിയാവിൽ പറ്റില്ല. 10 കിലോ അരി മേടിച്ചിട്ട് 100, അതിന് ദുനിയാവിന്റെ ഹസനത്തിന് ആവശ്യമുള്ളത് തന്നെ വേണം. ആഖിറത്തിന്റെ ഹസനത്ത് അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചിന്തിച്ചാലേ തആമുലുകൾ എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചാലേ ഇതിന്റെ വില എന്തെന്ന് മനസ്സിലാവൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ ആകെ 6 വിഭാഗം ആളുകളുണ്ട്. ദുനിയാവിൽ ഈ മക്കളെന്തായിരിക്കും? ഈ ഭൂമിയുടെ പുറംതൊലിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ആകെ 6 വിഭാഗം ആളുകളുണ്ട്. എത്ര വിഭാഗം? ഉറക്കം പറഞ്ഞ എത്ര വിഭാഗം ആളുകൾ? 6 വിഭാഗം. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ വിജ്ഞാന നഗരത്തിന്റെ അനന്തര കമനീയ കവാടമാണ് ഈ അലി എന്ന റസൂലുള്ളാഹി തൊട്ടുചൂണ്ടി പറഞ്ഞ ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ കവാടമേ. അരിസ്റ്റോട്ടിൽ കാണാത്ത, ക്രിസ്ത്യൻ കാണാത്ത, നെപ്പോളിയൻ പോലും താണ്ടി പോകാത്ത അറിവിന്റെ കവാടം താണ്ടിയ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ദുനിയാവിലെ ആകെ 6 വിഭാഗം ആളുകളേ ഉള്ളൂ. നാളെ ആഖിറത്തിലും 6 വിഭാഗം ആളുകളുണ്ട്. ആഖിറത്തിൽ 6 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇതിന്റെ ഇടയിൽ മിനിസ്റ്റർ വന്ന ഉദ്ഘാടനം. ദുനിയാവിൽ 6 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് മത്ലൂബ്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ. ഒന്ന് മത്ലൂബ്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ. 2 മഷ്റൂബ്, കുടിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. ഒന്നിനെ കിട്ടുന്നവർ തിന്നു തീർക്കുക, അല്ലെങ്കിൽ കുടിച്ചു തീർക്കുക. അതല്ലെങ്കിലോ മൂന്നാമത്തവൻ മൽബൂസ്, കിട്ടുന്നത് മുഴുവനും ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുക. വസ്ത്രം ധരിച്ച് നല്ല മാന്യനായിട്ട് നടക്കുക, നല്ല മാന്യനായിട്ട് നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബറുദാസായിപ്പോലും ഉസ്താദന്മാരെ നല്ല വെള്ള വസ്ത്രം ധരിച്ച് നറുമണം വീശി നല്ല മുഖപ്രസന്നതയോടെ എപ്പോഴും പുഞ്ചിരിച്ചിട്ട് നടക്കും. പക്ഷേ അവിടെ ഹൃദയത്തിന്റെ വേദന അറിയില്ല. ഒരു വലിയ വാക്കാണ്. ഉസ്താദന്മാർക്ക് എപ്പോഴും ഒരപ്പുറപ്പികൾ ചെയ്യുന്ന ആരെങ്കിലും കൊടുക്കാതിരിക്കാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, 3 കാര്യങ്ങൾ നന്നായ ഏതൊരു മനുഷ്യനും ഒരു മാന്യനാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അപരിചിതനെ നാം കണ്ടു. അയാൾ അപ്പുറം നിൽക്കാണ്. നമ്മൾ അയാൾ എങ്ങനെയുള്ള ആളോ, കാശുള്ളവനാണോ, ഇത്തിരി സൗകര്യമുള്ളവനാണോ, അതല്ല ലോ ക്ലാസ് ആണോ അറിയില്ല. എങ്ങനെയാ? 3 കാര്യം നന്നായാൽ മതി. ഒന്ന്, അവന്റെ വസ്ത്രം നല്ല വെള്ള വസ്ത്രം പശയൊക്കെ മുക്കി നന്നായിട്ട് വടിവൊക്കെയാക്കിയിട്ട ഉള്ളിലെ വേദന പിന്നെ അറിയില്ല, അത് അതിന്റെ ഉള്ളിൽ നിന്നു. 2, കാലിലെ ചെരുപ്പ്. ആ ചെരുപ്പ് നന്നായാൽ അപ്പോൾ തന്നെ അറിയാം അവൻ അത്യാവശ്യമാണ്. 3, മുടി നന്നായിട്ടൊക്കെ മീശയൊക്കെ വെട്ടി അലസമാവാതെ താടിയിലേക്ക് ഡ്രസ് ചെയ്ത് മുഖത്ത് വല്ല പ്രസന്നതയോടെ ഇരുന്നാൽ ഏതൊരു മനുഷ്യനും അറിയാം. എന്റെ സെക്രട്ടേറിയറ്റ് നിങ്ങൾ പോയി നോക്കി, ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളെ കാണും. നമ്മൾ കണ്ടിറങ്ങിയ ഒരു ആഭ്യന്തരമന്ത്രിയാണ്. എവിടെ പെട്ട 6ാം ക്ലാസ് പഠിച്ചിട്ട് ലോക്കൽ കമ്മിറ്റി അപ്പുറം കടന്നിട്ടുണ്ടാവില്ല. അതൊരടയാളമാണ്. അതിന്റെ ഉള്ളിലൊന്നും അറിയില്ല. മൽബൂസ് മൂന്നാമത്തെ ആള് നന്നായിട്ട് ആഡംബരത്തോടെ വസ്ത്രം ധരിക്കുന്നവർ. 4ാമത്തെ ആള് മർദൂൻ, ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ, ഏറ്റവും സുന്ദരമായ വാഹനം. 5, മൻബൂൻ, പെണ്ണ് കെട്ടി ജീവിക്കുന്നവർ. 10, 12 മഷ്മൂൻ, സുഗന്ധം ആസ്വദിച്ച് ജീവിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ കുറെ നാട്ടിലൊക്കെ കറങ്ങി കുറെ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾ. 6 വിഭാഗം ആളുകളാണ് ദുനിയാവിലുള്ളത്. എത്ര വിഭാഗം? 6 വിഭാഗം. ഒന്നാമത്തെ ആളാരാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആഖിറ മനസ്സിലാകാത്തവരാണ് പറയുക ഈ ദുനിയാവിൽ 6 വിഭാഗം ആളുകളെ ഉള്ളൂ.
അതല്ലേ ഏറ്റവും വലുതായി നീ കണക്കാക്കുക. രണ്ടാമത്തെ ആൾ അവർ ഏറ്റവും നന്നായിട്ട് കുടിച്ചു ജീവിക്കുന്നവരാണെങ്കിൽ ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല കുടിക്കാൻ പറ്റുന്ന സാധനമേടാ അൽമാഹു. അത് പച്ചവെള്ളമല്ലേ? ആ പച്ചവെള്ളത്തിന്റെ കാര്യം നോക്ക്. അമ്മാനെ അനുസരിക്കുന്നവനും ഇബാദത്ത് ചെയ്യുന്നവനും തെമ്മാടിക്കുമൊക്കെ പച്ചവെള്ളം വാരി കോരി കൊടുക്കുന്നതല്ലേ? അള്ളാഹുവിന്റെ യാതൊരു വിലയില്ലാത്ത സാധനമല്ലേ? അതിനു വേണ്ടിയാണോ ഈ ദുനിയാവിൽ നീണ്ടിയിരിക്കുന്നത്? പച്ചവെള്ളം ആർക്കും കൊടുക്കുന്നതല്ലേ? ആർക്കും കൊടുക്കുന്നതല്ലേ? അതിനു വേണ്ടിയാണോ ദുനിയാവിൽ നീണ്ടിയിരിക്കുന്നത്? മൂന്നാമത്തെ ആള് അവൻ നല്ല വസ്ത്രം അങ്ങനെ ധരിക്കുന്നവനാ, സുന്ദരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവനാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്റഫുൽ മൽബൂസാത്തിൽ ഹരീറു, ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല വസ്ത്രമേടാ? അത് പട്ടുവസ്ത്രമല്ലേ? അത് കാഞ്ചീപുരം പട്ടിന്റെ സാരിയല്ലേ? കാഞ്ചീപുരം ബനാറസിന്റെ പട്ട് സാരിയല്ലേ? അത് വാരി ചുറ്റിയിട്ട് ദുനിയാവിലൂടെ ഇങ്ങനെ ഒരുമാതിരി സ്റ്റപ്പുരയിലെ കോഴിയെ പോലെ നടക്കുമ്പോ ഓർക്കുന്നുണ്ടോ? അതെവിടെ നിന്നാണ് വരുന്നതെന്ന്? അതൊരു പട്ടുനൂൽപ്പുഴുവിന്റെ കാഷ്ടമല്ലേ? അതൊരു പുഴു കാട്ടിക്കുന്നതല്ലേ? പട്ടുനൂൽപ്പുഴുവിന്റെ കാട്ടത്തിൽ നിന്നാക്കുന്നതല്ലേ പട്ടുനൂല്? അതിനു വേണ്ടിയാണോ നിന്റെ ജീവിതത്തിൽ ആർഭാടം? അതിനു വേണ്ടിയാണോ നിന്റെ ജീവിതത്തിൽ ആർഭാടം? സഹോദരങ്ങളെ, നന്നായിട്ട് ചിന്തിക്കണം. ചില ആളുകൾ പൈസ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ വാഹനത്തിന് വേണ്ടിയാണ്. കേരളത്തിൽ 4 കോടി രൂപ വരെയുള്ള വാഹനം ആദ്യം ഇറക്കിയത് മലപ്പുറം ജില്ലയിലാണ്. ഇറക്കിയത് നമ്മന്റെ ആളാണ്. 4 കോടി രൂപയാണ്. ഷോറൂമിന്റെ ഫോട്ടോ സഹിതം വന്നതാണ്. 4 കോടി രൂപയാണ് വില. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് വാഹനത്തിന്റെ ആഡംബരത്തിന്റെ പുറകെ പോകുന്നത്? അത് കാരണത്താണല്ലേ എത്ര പുരുഷന്മാര് കൊല്ലപ്പെട്ടത്? അതിൽ കിടന്നിട്ടല്ലേ എത്ര പുരുഷന്മാര് കൊല ചെയ്യപ്പെട്ടത്? 4 കോടിയുടെ വാഹനത്തിലല്ലേ? സഹോദരങ്ങളെ, 30 വർഷം സൗദി അറേബ്യ അടക്കി ഭരിച്ച രാജാവിന്റെ രാജകുടുംബത്തിൽപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും വില കൂടിയ വാഹനത്തിൽ സൗദി അറേബ്യയുടെ വഴിമുറിയിൽ വഴിതെറ്റിപ്പോയത്. ആ വഴിതെറ്റിപ്പെട്ട ഹമ്മർ വാഹനത്തിൽ സൗദി അറേബ്യയുടെ മണലാരണ്യം മുഴുവനും മലനിരഞ്ഞു നടത്തിട്ട് രാജകുടുംബത്തിൽ കിടന്ന് സ്വർണ്ണസിംഹാസനത്തിൽ കിടന്നിറങ്ങിയ സ്വർണ്ണ ചഷകങ്ങളിൽ പാലം ചെയ്ത സൗദി അറേബ്യയുടെ കിരീടാവകാശി 12 വർഷം മുമ്പ് ഭരിച്ചു പോയത് സൗദി അറേബ്യയുടെ മണലാരണ്യത്ത് ഒരു തുള്ളി വെള്ളം കണ്ടം നനയ്ക്കാനില്ലാതെയാണ് മരിച്ചു പോയത്. എവിടെയാണ് മരിച്ചു പോയത്? ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ. എന്തിനാ സഹോദരങ്ങളെ ഈ ദുനിയാവിനെ കുറിച്ച് വല്ലാതെ കൊണ്ടുപിടിക്കുന്നതിനാണ്? സൗദി അറേബ്യയുടെ യുവരാജകുമാരൻ മരിച്ചതെവിടെയാ? മരുഭൂമിയുടെ ചുട്ടുപെടുത്ത മണൽത്തരിയുടെ മുകളില് ഒരു ഗ്ലാസ് വെള്ളത്തിന് ആകാശത്തേക്ക് നോക്കി കാക്ക പോലും അറിയില്ലല്ലോ. കാക്കയുടെ വിളി കണ്ടാൽ അറിയാം അടുത്ത വെള്ളമുണ്ടെന്ന്. കാക്ക പോലും സൗദി അറേബ്യയിലില്ല. ആ മണലാരണ്യത്തിന്റെ മുകളിൽ കിടന്നിട്ട് വല്ലാതെ ചിതറിത്തെറിച്ചൊരു വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോ മരിക്കുന്ന സമയത്ത് തൊണ്ട പൊട്ടിയിട്ടാണ് മരിച്ചത്. ഏത് സൗദി അറേബ്യ? ആ രാജകുമാരൻ പെടഞ്ഞു മരിച്ച മണ്ണിന്റെ ഭാഗത്ത്. അവിടെ മണ്ണൊന്ന് കുഴിച്ചാൽ കിട്ടുന്നത് പെട്രോളിയമാണ്, സ്വർണത്തിന്റെ മലകളാണ്. സ്വർണത്തിന്റെ മലയാണ് അതിൻ്റെതാണ്. സൗദി അറേബ്യയിലെ സ്വർണത്തിന്റെ കനിയുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയുന്നത്, റമളാൻ കൂടി കണക്കിലെടുത്തിട്ട് എന്റെ കയ്യിലെ തൊട്ട് പറയുകയാ, ഈ ആഡംബരത്തിന് മുകളിൽ കിടക്കുന്ന ഈ കിടപ്പെന്ന വാഹനത്തിന്റെ പേരിലല്ല. ഏറ്റവും വിവാഹം ചെയ്ത് ജീവിക്കുന്നവനാണ് വിവാഹം ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പെണ്ണല്ലേ? ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അവള് സൗന്ദര്യത്തോടെ ഒരുങ്ങിയാണല്ലേ സൗന്ദര്യം ഉണ്ടാവൂ. പക്ഷേ അവൾ ഏതെങ്കിലും ഒരു ഭാഗത്തോട് വൃത്തികെട്ട ഒരു സാധനമായി മാറില്ലേ? മാസത്തിൽ ചില സമയത്തല്ലേ അവൾക്ക് ഒരുങ്ങി നിൽക്കാൻ കഴിയൂ. അല്ലാത്ത സമയത്ത് അവൾ വൃത്തികേടിന്റെ ധനസ്ഥാനമല്ലേ? എപ്പോഴും നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന
കണ്ട് സലാം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ കിടക്കുകയാണ്, വീട്ടിൽ കിടക്കുകയാണ്. റസൂൽ ചാടി എഴുന്നേറ്റപ്പോ ഉമർ റളിയല്ലാഹു തആല നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങിയ ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ അടയാളം റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ ശരീരത്തിൽ കണ്ടപ്പോ വിതുമ്പിപ്പോയി ഉമർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, ഇസ്രായേൽ കൈസറിന്റെ ഈ ചക്രവർത്തിമാർ സ്വർഗ്ഗത്തിൽ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നാണ്, അള്ളാഹിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ്. ഈ കിടക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടക്കുന്ന നബിയെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റസൂലല്ലാഹ്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനെ റിസാലത്തിന്റെ ശരീരം കൊണ്ട് തന്റെ നെഞ്ചകത്തിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യം കൊണ്ട്, ഉമറേ ഉമറേ, ഇവിടെ നിനക്ക് ഇസ്രായേലിലെ കൊട്ടാരത്തിന്റെ കട്ടിലിൽ കിടക്കണോ, അതല്ല നാളെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർഗത്തിന്റെ കട്ടിലിൽ കിടക്കണോ? ഇവിടെ സ്വർണ്ണ കട്ടിലിൽ കിടന്നാൽ